ഗൈസ്, അപ്പം ഇന്ന് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം തരാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. +2 മാത്രമുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ ജോലി ചെയ്യാൻ പറ്റുമോ? അതുവരെ പഠിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡിഗ്രി ഇല്ലാതെ ഇവിടെ ജോർജിയയിൽ വന്ന് ജോലി ചെയ്യാൻ പറ്റുമോ? അതാണ് ഇന്നത്തെ വീഡിയോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് പലർക്കും പലവിധ ഡൗട്ടുകളാണുള്ളത്. എന്ന് പറഞ്ഞാൽ ഇവിടെ അല്ലാതെ ജോലി ചെയ്യാൻ പറ്റുമോ, ഡിഗ്രി ഉണ്ടെങ്കിൽ മാത്രമേ ജോർജിയയിൽ വന്ന് ജോലി ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെ കുറേ ഡൗട്ടുകൾ ചിലവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവർക്കെല്ലാവർക്കും വേണ്ടിയും കൂടെ ഈ വീഡിയോ ചെയ്യുന്നു. ചില അല്ലാത്തവർക്കും ഇതൊരു യൂസ്ഫുൾ വീഡിയോ ആയിരിക്കും. ബിക്കോസ് എല്ലാവർക്കും പല ഡൗട്ടുകളാണ്. അപ്പോൾ അതെല്ലാം ഞാൻ ഈ വീഡിയോയിലൂടെ പറയും. ബിക്കോസ് 12th മാത്രം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ജോലി ചെയ്യാൻ പറ്റുമോ, +2 ക്വാളിഫിക്കേഷൻ അല്ലാതെയോ ഡിഗ്രി ഇല്ലാതെയോ ജോലി ചെയ്യാൻ പറ്റുമോ ജോർജിയയിൽ എന്നാണ്. അതല്ലെങ്കിൽ ഏതൊക്കെ ജോലികൾ ഞാൻ ഈ വീഡിയോയിൽ കൂടെ നിങ്ങളെ കൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം അറിയാൻ പറ്റുള്ളൂ. ചിലവർ ഫുൾ വീഡിയോ കാണുന്നില്ല. കാണാതിരുന്നാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവില്ല. ഞാൻ കുറേ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഇതിനു മുന്നേ, ജോർജിയയിലെ വർക്കും കാര്യങ്ങളും വിസയും അതിനെ പറ്റിയെല്ലാം. അതെല്ലാം നിങ്ങൾക്ക് പ്രീവിയസ് എൻ്റെ ചാനലിൽ കിടപ്പുണ്ട്, കയറി നോക്കാം. പിന്നെ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലൂടെ തന്നെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം എല്ലാവരും ചോദിക്കുന്നത് +2 മാത്രം ഉണ്ടെങ്കിൽ ജോലി കിട്ടുമോ എന്നാണ്. സർട്ടിഫിക്കറ്റ് +2 മാത്രം നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ. ഇതിപ്പം അങ്ങനെയല്ല, ആർക്ക് വേണമെങ്കിലുള്ള കാര്യമാണ് ഞാൻ സംസാരിക്കുന്നത്. ആർക്ക് വേണമെങ്കിലും, പ്രായമായാലും ഗുഡ് സ്റ്റുഡൻസ് ആയാലും ആർക്കായാലും ജോലിയുടെ കാര്യമാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യണം. ഓക്കെ, ചില എൻട്രി ലെവൽ ജോബ്സ്ക്ക് മാത്രമേ ഇവിടെ അവസരമുള്ളൂ. പിന്നെ എന്തായാലും നിങ്ങൾ വർക്ക് വിസ എടുക്കേണ്ടി വരുമായിരിക്കും, D1 വർക്ക് വിസ. അതിനെപ്പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ക്വാളിഫിക്കേഷൻ മാത്രം നോക്കിയല്ല ജോലി കിട്ടുന്നത്. അത് നിങ്ങൾ ഇവിടെ ആ ഒരു ഇഷ്യൂ ഇല്ല. അത് മാത്രം വെച്ച് ജോലി കിട്ടണമെന്നില്ല. പിന്നെ ജോലി കിട്ടാതെ ഇരിക്കുക അങ്ങനെ. പിന്നെ ഇവിടെ പ്രധാനമായിട്ട് വേണ്ടത്, ഞാൻ നിങ്ങളുടെ അടുത്ത് കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞായിരുന്നു, ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ വേണം. പിന്നെ ജോർജിയൻ ഇത്തിരി അറിഞ്ഞിരിക്കണം. സ്കിൽസ്, എക്സ്പീരിയൻസ്, വർക്ക് അല്ലെങ്കിൽ ലീഗൽ ഡോക്യുമെൻറ്റേഷൻ, ഏതായാലും നിങ്ങൾക്ക് ഇതിലൊക്കെ കുറച്ച് കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. പിന്നെ എന്തൊക്കെ ജോലികൾ ഇവിടെ അങ്ങനെയുള്ളവർക്ക് ചെയ്യാം. കഫേ, റെസ്റ്റോറൻറ്റ് ജോബ്സ് ചെയ്യാൻ പറ്റും. വെയിറ്ററായിട്ട്, ഹെൽപ്പർ, കിച്ചൺ അസിസ്റ്റൻറ്റ്, കാഷ്യർ, ഇതൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കിട്ടാം. ബിക്കോസ് അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ജോലി കിട്ടൂ, അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ വർക്ക് ചെയ്യാം. പിന്നെ സൂപ്പർ മാർക്കറ്റും അല്ലെങ്കിൽ റീറ്റെയിൽ ഷോപ്പിലൊക്കെ നിൽക്കാം. സ്റ്റോർ അസിസ്റ്റൻ്റ് ആയിട്ട് ഇവിടെ കയറാം. ഷെൽഫ് ഓർഗനൈസറായിട്ട് കയറാം. സെയിൽസ് അസിസ്റ്റൻ്റ് ആയിട്ട് കയറാം. പിന്നെ ഡെലിവറി ജോബ്സ് ഉണ്ട് ഇവിടെ. നിങ്ങൾക്ക് ഡെലിവറി ജോബ്സ് എന്ന് പറയുമ്പോൾ ഫുഡ് ഡെലിവറി ചെയ്യാം. പിന്നെ പാക്കേജ് ഡെലിവറി, എന്തെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡെലിവറി ഐറ്റംസ് ഒക്കെ കൊണ്ടു കൊടുക്കാനും കാര്യങ്ങളും അതെല്ലാം ഇവിടെ കിട്ടും. അതിനൊന്നും ഇവിടെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. അല്ലാതെ തന്നെ ഇവിടെ വരാം. പിന്നെ വർക്ക് വിസ എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും എന്തെങ്കിലും ഒരു വിസ ജോലിക്ക് വേണമെങ്കിൽ അത് എടുത്തിട്ട് വന്നാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഉപകാരമായിരിക്കും. അല്ലാതെ വന്ന് കഴിഞ്ഞിട്ട് പിന്നെ ജോലി എടുക്കണം എന്ന് പറഞ്ഞാൽ അത് കുറച്ച് പാടുള്ള കാര്യമാണ്. പിന്നെ കെയർ ടേക്കേഴ്സൊക്കെ ഇവിടെ നല്ല ഇതാണ്. അമ്മമാരായാലും ആർക്കായാലും അതൊക്കെ കുറച്ച് തപ്പണം. ടൈം എടുത്താൽ നിങ്ങൾക്ക് എന്തായാലും അത് യൂസ്ഫുള്ളായിരിക്കും. പിന്നെ സോഷ്യൽ മീഡിയ വർക്കുണ്ട്. കണ്ടൻറ്റ് പോസ്റ്റിങ്, മാനേജ്മെൻറ്റ് സോഷ്യൽ മീഡിയയിൽ ഒരാൾ, അതൊക്കെ പോയി നിങ്ങൾ കണ്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ എടുത്താൽ എല്ലാം പറ്റും. പിന്നെ ഫ്രീലാൻസിങ് ഉണ്ട്. വീഡിയോ എഡിറ്റിംഗ്, ഗ്രാഫിക് ഡിസൈൻ, കണ്ടൻറ് റൈറ്റിംഗ്, ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടും. പിന്നെ എല്ലാവരും ഒരു മെയിൻ ചോദ്യമായിരിക്കും, സാലറി എത്രയാണ് ഇവിടെ കിട്ടുന്നത്? അതെല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ് മേജർ. സാലറി ജോലി എക്സ്പീരിയൻസ്, ലാംഗ്വേജ് സ്കില്ല്, എംപ്ലോയർ എന്നിവയെ ആശ്രയിച്ചിരിക്കും. അല്ലെങ്കിൽ അത് മാറാം. ഇപ്പോൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ പറയും ഇവിടെ 300 തരാം, അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് നിങ്ങൾക്ക് 900 തരാം. നാട്ടിൽ 27,000 30,000 രൂപ നിയർ പോയിട്ടുണ്ട്. ഒരു മാസം അത്ര തരാമെന്നൊക്കെ പറയും. അതൊക്കെ ഡിപ്പെൻഡാണ്. ഓരോ കടകളിലും ഓരോ ഇതായിട്ടാണ്. ചിലവരിവിടെ ഉണ്ട്. ഇപ്പം ഞാനിവിടെ പഠിക്കുന്ന സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഞാനിവിടെ നിന്ന സമയത്ത് ഒരാൾ വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു, ഇതേപോലെ വർക്ക്ഷോപ്പിൽ, കാറിൻ്റെ വർക്ക്ഷോപ്പിൽ അവിടെ കിടക്കാം, നിങ്ങൾക്ക് മാസം 900 രൂപ തരാം, ജസ്റ്റ് നോക്കിയാൽ മാത്രം മതി, ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാം. അങ്ങനത്തെയൊക്കെ ചിലവർ തരുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു അഫോർഡബിൾ, നല്ലൊരു റേറ്റ് കിട്ടുകയും ചെയ്യും. അല്ലാതെ അങ്ങനെയില്ല. പിന്നെ അത് ഓരോരുത്തരനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് സാലറി മാത്രം നോക്കി ജോർജിയയിലേക്ക് ജോലിക്കായിട്ട് വരരുത് നിങ്ങൾ. ഓക്കെ, അങ്ങനെ ഡിപ്പെൻഡാണ്, ഓരോരുത്തരായിട്ട് മാറിക്കൊണ്ടിരിക്കും. പിന്നെ ഇവിടെ വേറൊരു എല്ലാവരും ഡൗട്ടായിരിക്കും, ഡിഗ്രി ഇല്ലാത്തവർക്ക് അഡ്വാൻറ്റേജ് എങ്ങനെ ഉണ്ടാക്കാം ഇവിടെ.
സ്കില്ല് പഠിച്ചാൽ ചാൻസ് നല്ല രീതിയിൽ കൂടും. അതുകൊണ്ട് ഡിഗ്രി കാര്യങ്ങളിലൊന്നും നിങ്ങൾക്ക് വേണ്ട. അപ്പം എന്തിനാണ് നിങ്ങൾക്ക് സ്കില്ല്? ഇപ്പോൾ അത് പണി ചെയ്യാനാണോ, നിങ്ങൾ കെയർ ടേക്കർ ആണോ, നിങ്ങളല്ലാതെ ഇപ്പം അസിസ്റ്റൻ്റായിട്ട് നിൽക്കാനാണോ, അതോ ഷെഫായിട്ട് നിൽക്കാനാണോ, അതോ പാത്രം കഴുകാനാണോ, കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ജോലികളുണ്ടല്ലോ, ക്ലീനിങ് ആണോ, അങ്ങനെയൊക്കെ എല്ലാം ഉണ്ട്. അതെല്ലാത്തിലും നിങ്ങൾക്ക് ഇതുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ കുറച്ചൊക്കെ അറിയാമെങ്കിൽ, അല്ലെങ്കിൽ ജോർജിയൻ എന്തെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് അതും ചെയ്യാം. പിന്നെ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് ആണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. പലരും കരുതുന്നത് +2 സർട്ടിഫിക്കറ്റ് ഉണ്ട്, എത്തിയാൽ ഉടനെ ജോലി കിട്ടും. അങ്ങനെയൊന്നും നിങ്ങൾ ഇവിടെ കരുതുകയേ ചെയ്യരുത്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ജോബ് കിട്ടാൻ അതിൻ്റെതായ സമയങ്ങളെടുക്കും. അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. കോമ്പറ്റീഷൻ നല്ല രീതിയിൽ ഇവിടെ ഉണ്ട് ജോലിക്ക്. അത് കാരണം ഇവിടെ ഉള്ള ആൾക്കാർക്ക് തന്നെ കിട്ടുന്നില്ല. അത് കാരണം ഇന്ത്യൻസിന് കുറച്ച് പാടായിട്ടാണ് ഇവിടെ വരുന്നത്. അതിനെപ്പറ്റിയാണ് ഞാൻ ചെയ്തു വെച്ചിരിക്കുന്ന വീഡിയോ. പിന്നെ നല്ല രീതിയിൽ ലാംഗ്വേജ് ബാരിയർ ഇവിടെ എല്ലാവർക്കും ജോർജിയൻസ് ആണ് കൂടുതൽ അറിയാമെന്നുള്ളത്, അല്ലെങ്കിൽ റഷ്യൻ ലാംഗ്വേജ്. അല്ലാതെ ഇവിടെ ആർക്കും ഇംഗ്ലീഷ് കുറവാണ്, നല്ല രീതിയിൽ അറിയാം. ഇപ്പോഴാണ് ഇവിടെ എല്ലാവരും അത് ഇതായി വരുന്നത്. അതും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ എൻ്റെ ഇതിൻ്റെ മെയിൻ ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ജോർജിയയിലേക്ക് ജോബ് മാത്രം നോക്കി വരണോ എന്ന് ചിലരടുത്ത് ചോദിക്കും. ജോബ് മാത്രം നോക്കി വന്നാൽ എങ്ങനെയാണെന്ന്. ഇവിടെ അതിനു വേണ്ടി മാത്രം വരണ്ട. ആദ്യം ലീഗല്, പിന്നെ വർക്ക് പെർമിഷൻ, പിന്നെ അക്കോമഡേഷൻ, ഫൈനാൻഷ്യൽ ബാക്കപ്പ്, ഇതെല്ലാം വെച്ചിട്ട് വേണം നിങ്ങൾ ഇവിടെ വരാൻ വേണ്ടി. അതായത് ജസ്റ്റ് ജോബിന് വേണ്ടി മാത്രം ഇവിടെ വന്ന് പിന്നെ കുടുങ്ങിപ്പോയില്ല. ഇവിടെ എല്ലാം കിട്ടാനാണെങ്കിൽ നല്ല പാടാണ്. ഇപ്പം അല്ലാത്തവർക്കും ഇവിടെ വർക്ക് ചെയ്യാം. അതിൻ്റെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ ഡിഗ്രി കൊണ്ടായാലും നിങ്ങൾക്ക് ഇവിടെ വർക്ക് ചെയ്യാം. അതിനൊന്നും യാതൊരു പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾ മെയിനായിട്ട് വരേണ്ടത് വിസിറ്റിംഗ് വിസയൊന്നും എടുക്കാതെ വർക്ക് വിസയൊക്കെ എടുത്ത് ലേബറായിട്ടൊക്കെ വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ക്ലീനിങ് എന്താണെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ കിട്ടും. അതൊക്കെ എടുത്ത് നിങ്ങൾ ലീഗലായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരു പ്രശ്നമില്ല. നിങ്ങൾക്ക് ഇവിടെ ജോലി ചെയ്യാം, കാര്യങ്ങൾ ചെയ്യാം, എല്ലാം ചെയ്യാം. പക്ഷേ സമയം അതിൻ്റേതായ എടുക്കുമായിരിക്കും. അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കി പൈസ എല്ലാം കയ്യിൽ കരുതി നിങ്ങളിവിടെ എത്താൻ നോക്കുക. അതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. അപ്പം പിന്നെ എനിക്ക് ഉള്ളവർ ചില ജോലികൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. +2 ക്വാളിഫിക്കേഷനൊക്കെ ഉള്ളവർ. ക്വാളിഫിക്കേഷനേക്കാൾ സ്കില്ലും കമ്മ്യൂണിക്കേഷനാണ് ഇവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യണത്. അപ്പോൾ ജോർജിയയിൽ വരണതിന് മുന്നേ എക്സ്പെക്റ്റേഷൻ നല്ല രീതിയിലുള്ള റിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻ നിങ്ങൾ വെച്ചാൽ മതി. അല്ലാതെ വേറെ പേടിക്കാനും കാര്യങ്ങളൊന്നുമില്ല. കിട്ടും, എന്തായാലും കിട്ടും ജോലി ഇവിടെ. അത് വെച്ചൊക്കെ ആയാലും കിട്ടും, ഡിഗ്രി ഇല്ലാത്തവർക്കായാലും കിട്ടും. അതൊന്നും ഇവിടെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു നല്ല യൂസ്ഫുൾ വീഡിയോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇത് പലരും ചോദിക്കുന്ന ചോദ്യമാണ്, ഇവിടെ അല്ലാതെ കിട്ടുമോ? ആർക്കായാലും ഇവിടെ ജോലി കിട്ടും. അപ്പോൾ നിങ്ങൾ മാക്സിമം അപ്ലൈ ചെയ്ത് വർക്ക് വിസ എടുത്ത് വരാൻ നോക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കനും കൂടെ ഓണാക്കി വയ്ക്കുക. എന്നാൽ മാത്രമേ ഞാനെന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു അടിപൊളി വ്ലോഗായിട്ട് അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോഴേക്കും ഗുഡ് ബൈ.